തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ വൻ കുതിപ്പാണ് ഇത്തവണ ബിജെപി നടത്തിയത്. മത്സരം നടന്ന 100 സീറ്റുകളിൽ 50 സീറ്റുകളിലും എൻഡിഎ ജയിച്ചു കയറുകയും ചെയ്തു. ഇതോടെ അടുത്ത മേയർ ആരാകുമെന്ന ചർച്ചകളും സജീവമായി നടക്കുന്നുണ്ട്. കേവലം ഭൂരിപക്ഷത്തിന് 51 സീറ്റുകൾ വേണമെന്നിരിക്കെ മേയർ പദവി വാഗ്ദാനം ചെയ്ത സ്വതന്ത്രരെ കൂടെ കൂട്ടുമോ എന്ന ചർച്ചകളും സജീവമായി നടക്കുന്നു. അതേസമയം 4 പേരുകളാണ് പ്രധാനമായും മേയർ ചർച്ചകളിൽ ഉയർന്നു കേൾക്കുന്നത്. ബിജെപി സംസ്ഥാന സെക്രട്ടറിയും യുവമോർച്ച മുൻ സംസ്ഥാന അധ്യക്ഷനുമായ വി രാജേഷ് തിരുവനന്തപുരം മേയർ ആകുമെന്നാണ് കരുതുന്നത്. ചർച്ചകളിൽ ഉയർന്നു കേൾക്കുന്ന പ്രധാന പേര് രാജേഷിന്റേത് തന്നെയാണ്. ബിജെപി സംസ്ഥാന നേതൃത്വവും രാജേഷിന് അനുകൂലമാണെന്നാണ് വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. യുവമോർച്ച സംസ്ഥാന അധ്യക്ഷനായിരിക്കെ സംസ്ഥാനത്തുടനീളം ശ്രദ്ധയാകർഷിച്ച വ്യക്തിത്വമാണ് വി രാജേഷിന്റേത്. ചാനൽ ചർച്ചകളിലും ബിജെപിയുടെ മുഖമായി ഇയാൾ തിളങ്ങി നിന്നിട്ടുണ്ട്. കോർപ്പറേഷനിലെ വിവിധ വിഷയങ്ങളിൽ കഴിഞ്ഞ കാലങ്ങളിൽ പാർട്ടിയെ മുന്നിൽ നിന്ന് നയിച്ചതും വി രാജേഷ് ആയിരുന്നു. ബിജെപി ജില്ലാ അധ്യക്ഷനായിരുന്ന രാജേഷിന്റെ അനുഭവ സമ്പത്തും മേയർ പദവിയിലേക്ക് എത്തുമ്പോൾ ഗുണം ചെയ്യും എന്നതാണ് പാർട്ടി നേതൃത്വത്തിന്റെ പ്രതീക്ഷ. കഴിഞ്ഞ തവണ പൂജപ്പുര ഡിവിഷനിൽ നിന്ന് ജയിച്ച വി രാജേഷ് ഇത്തവണ കൊടുങ്ങാനൂർ ഡിവിഷനിൽ നിന്നാണ് ജയിച്ചത്. വി രാജേഷ് എന്ന പേരിനോടൊപ്പം തന്നെ തലസ്ഥാനത്ത് ചർച്ചയാകുന്ന മറ്റൊരു പേരാണ് മുൻ DGP R ശ്രീലേഖയുടേത്. ശാസ്തമംഗലം ഡിവിഷനിൽ നിന്ന് 1774 വോട്ട് നേടിക്കൊണ്ടാണ് ശ്രീലേഖ വിജയിച്ചത്. മുൻ IPS ഉദ്യോഗസ്ഥയെ മത്സര രംഗത്തിറക്കിയപ്പോൾ തന്നെ മേയർ ചർച്ചകളിൽ ആ ഒരു പേര് ഉയർന്നു കേട്ടതാണ്. അതേസമയം തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇത്തവണ ഡെപ്യൂട്ടി മേയർ സ്ഥാനം വനിതാ സംവരണമാണ്. R ശ്രീലേഖയെ മേയർ ആക്കുകയാണെങ്കിൽ മേയറും ഡെപ്യൂട്ടി മേയറും വനിതകളാകും. അതുകൊണ്ട് മേയർ സ്ഥാനത്തേക്ക് ഒരു പുരുഷനെ പരിഗണിച്ചേക്കുമെന്നും ശ്രീലേഖയെ ഡെപ്യൂട്ടി മേയർ ആക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്. എന്നാൽ ശ്രീലേഖയെ മേയർ ആക്കുകയാണെങ്കിൽ BJPയുടെ യുവ കൗൺസിലർമാരിൽ ഒരാളും കരിമും ഡിവിഷനിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട അംഗവുമായ ആശാനാഥ് GS, അമ്പലത്തറ ഡിവിഷനിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട സിമി ജ്യോതിഷ് എന്നിവരിൽ ഒരാൾക്കാകും ഡെപ്യൂട്ടി മേയർ പദവി ലഭിക്കുക. മുൻ തെരഞ്ഞെടുപ്പിൽ മേയർ സ്ഥാനത്തേക്ക് ഉയർന്നു കേട്ട പേരുകളിൽ ഒന്നാണ് സിമി ജ്യോതിഷിന്റേത്. വി രാജേഷിന് പുറമെ കരമന ഡിവിഷനിൽ നിന്ന് വിജയിച്ച കരമന അജിത്, നേമം ഡിവിഷനിൽ നിന്ന് വിജയിച്ച MR ഗോപൻ എന്നിവരുടെ പേരുകളും ചർച്ചകളിൽ സജീവമായി ഉയർന്നു കേൾക്കുന്നുണ്ട്. മുൻ മേയർ ആര്യ രാജേന്ദ്രന് എതിരായ പാർട്ടിയുടെ പ്രതിഷേധങ്ങളിൽ മുൻനിരയിൽ നിന്ന് കരമന അജിത്ത് ശ്രദ്ധ നേടിയതാണ്. സോഷ്യൽ മീഡിയയിലൂടെ അടക്കം ആര്യക്കെതിരെ പലപ്പോഴും അജിത്ത് രംഗത്തെത്തിയിരുന്നു. പാർട്ടിയുടെ മുതിർന്ന നേതാവായ അജിത്ത് ഇത്തവണയും മികച്ച ഭൂരിപക്ഷത്തിലാണ് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. നേമത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട പാർട്ടിയുടെ മുതിർന്ന നേതാവാണ് MR ഗോപൻ. തുടർച്ചയായ 5ാം തവണയാണ് ഗോപൻ നേമത്തിൽ നിന്ന് വിജയിച്ചു കയറുന്നത്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി ഏറ്റവും ശ്രദ്ധ നൽകുന്ന നേമം മണ്ഡലത്തിൽ നിന്ന് ഒരാളെ മേയർ സ്ഥാനത്തേക്ക് പരിഗണിച്ചാലും അതിൽ അത്ഭുതപ്പെടേണ്ട കാര്യമില്ല.